വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു SCERT ചാപ്റ്റർ ആണ്. 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഉത്തര പർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, അതുപോലെ ഇന്ത്യയുടെ കാലാവസ്ഥ, ഇന്ത്യയിലെ മണ്ണിലങ്ങള്, പിന്നെന്താ പറയുക, ഇന്ത്യയുടെ വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് SCERT ചാപ്റ്ററിൽ കൂടുതൽ കാണപ്പെടുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ലോകത്തിന്റെ നെറുകയിൽ എന്നാണ് കേട്ടോ. അപ്പൊ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലാസ് ഇതിപ്പോ SCERT ചാപ്റ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്താ പറയാ അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ ഭാഗങ്ങൾ മാത്രം ഞാൻ മൊത്തമായിട്ട് വായിക്കുമെങ്കിലും ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ മതിയാകും കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും LGSന്റെ കൺഫർമേഷൻ കൊടുത്തു കാണുമെന്ന് വിചാരിക്കുന്നു. LGS 3 ഭാഗങ്ങളായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്ന് കറണ്ട് അഫയേഴ്സ്, ഭംഗിയായിട്ട് കറണ്ട് അഫയേഴ്സ് മേഖല ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുക, അത് നിർത്തരുത്. അതുപോലെ തന്നെ മാത്സിന്റെ ഭാഗം ഒരു ദിവസം ഏതെങ്കിലും 1-2 ടോപ്പിക് മാത്സിന് വേണ്ടിയിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ GK ഭാഗമാണ്. GK ഭാഗത്ത് ഹോട്ട് ടോപ്പിക്സും പഠിക്കുക, പ്ലസ് SCERT ചാപ്റ്റേഴ്സും നോക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മുമ്പിൽ ഇനി അധികം ദിവസങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട്. അപ്പൊ ടീച്ചർ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഭൂപ്രകൃതികളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ പ്രധാനമായിട്ടും നമ്മൾ 5ആയി തിരിക്കുന്നു. അതിൽ ആദ്യത്തത് ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തത് ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത്തത് ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തത് ഇന്ത്യൻ മരുഭൂമി, അഞ്ചാമത്തത് തീരസമതലങ്ങളും അതുപോലെ തന്നെ ദ്വീപുകളും. ഇങ്ങനെ തന്നെ ഈ 5 സവിശേഷതകളിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അത് പഠിച്ചു വെക്കണം. ഇനി ഇതിലെ ഫോട്ടോ ഭൂപടമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുടെ ഓരോരോ ഏരിയ പ്രത്യേകം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്. പാമീർ പീഠഭൂമിയാണ്. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്ക് അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ ഉത്തരപർവ്വത മേഖല പാമീർ പർവ്വതക്കെട്ടിന്റെ ഭാഗമാണ്. ഏതിന്റെ ഭാഗമാണ്? പാമീർ പർവ്വതക്കെട്ടിന്റെ ഭാഗമാണ്. താരതമ്യേന പ്രായം കുറഞ്ഞതും അതുപോലെ തന്നെ ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ. ഉത്തരപർവ്വത മേഖല ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന മടക്കുപർവ്വതങ്ങളാണ് ഇവ. മടക്കുപർവ്വതങ്ങൾ. അപ്പൊ എന്താണ് മടക്കുപർവ്വതങ്ങൾ എന്ന് അറിയാത്തവർക്കായി ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ, അതായത് കണ്ടില്ലേ ഇവിടെ പാളികളായിട്ട് കൊടുത്തേക്കണേ, ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ ഫോൾഡിംഗ് അഥവാ വലയനത്തിലൂടെ വലനം, ഫോൾഡിംഗ് അഥവാ വലനത്തിലൂടെ എന്ന പ്രക്രിയയുടെ രൂപപ്പെടുന്നതാണ് മടക്കുപർവ്വതങ്ങൾ. മടക്കുപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര തുടങ്ങിയവ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു എന്തിനെ കുറിച്ചാ പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്താണ്? മടക്കുപർവ്വതമാണ് എന്ന് പറഞ്ഞു. ഉത്തരപർവ്വത മേഖല പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എത്ര കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു? ഇനി വ്യാപിച്ചു കിടക്കുന്ന ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. വീതി അങ്ങനെ ചോദിച്ചിട്ടില്ല, നീളാണ് ചോദിച്ചേക്കണത്. ഉയരമേറിയ കൊടുമുടികൾ കാണാം, ഹിമാനികള്, താഴ്വരകള്, അതൊക്കെ എവിടെ കാണപ്പെടുന്നുണ്ട്? ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയി തിരിക്കാം. അപ്പൊ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എങ്ങനെ തിരിക്കുന്നു? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയി തിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയി തിരിക്കുന്നു. മനസ്സിലായോ? എങ്ങനെയാണ്? ട്രാൻസ് ഹിമാലയം,
ട്രാൻസ് ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയം, അതുപോലെ തന്നെ എന്താ പറഞ്ഞത് നമ്മള് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു. ഇവിടെ ട്രാൻസ് ഹിമാലയം കണ്ടോ? അതായത് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ് ഹിമാലയം എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് വയലറ്റ് മേഖല, ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിമാലയം എന്ന പേരിട്ട് വിളിക്കുന്നത്. അതിനുശേഷം ഇവിടെ കാണപ്പെടുന്നതാണ് കിഴക്കൻ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ മക്കളെ? അങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖല കാണപ്പെടുന്നത്. ഇനി നോക്കൂ, ഉത്തരപർവ്വത മേഖലയിലാണ് ഇവിടെ കാരക്കോറം കണ്ടില്ലേ? അതായത് കാരക്കോറം, ലഡാക്ക് തുടങ്ങിയവ ഏതിൽ കാണപ്പെടുന്നു? ഉത്തരപർവ്വത മേഖലയിലും. ഹിമാലയ മേഖലകൾ, ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയത്തിലും. ഹിമാലയത്തിൽ എന്തൊക്കെയാ കാണപ്പെടുന്നതെന്ന് കണ്ടില്ലേ? സസ്കർ, അതുപോലെ ഹിമാദ്രി, ഹിമാചൽ തുടങ്ങിയ മേഖലകൾ. കിഴക്കൻ കുന്നുകളിലാണ് നാഗാ കുന്നുകൾ, പട്കായി കുന്നുകൾ, അങ്ങനെയൊക്കെ ഉള്ളത് കാണപ്പെടുന്നത്. അതാ ഫോട്ടോ കാണുമ്പോൾ, ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം, ഉത്തരപർവ്വത മേഖലയിൽ വടക്ക് കാണുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ട്രാൻസ് ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം. ക്ലിയർ ആയില്ലേ? ടിബറ്റൻ ഹിമാലയം. ഇനി അടുത്തത് ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം പർവ്വതനിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ പാമീർ പീഠഭൂമി ഇതിന്റെ ഭാഗമാണ്, പാമീർ പർവ്വതം ഇതിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. പീഠഭൂമിയല്ല, പാമീർ പർവ്വതനിര അല്ലെ? അപ്പൊ കാരക്കോറമാണ് ഹിമാലയത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിച്ചു കിടക്കുന്ന 3 സമാന്തര പർവ്വത നിരകളുണ്ട്. അതിനെ നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന പേരിൽ വിളിക്കുന്നു. ട്രാൻസ് ഹിമാലയത്തിൽ ഇവിടെ കണ്ടോ? അതായത് നോക്കിയേ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് 3 കാണില്ലേ? ഒന്ന് ഹിമാദ്രി, അടുത്തത് ഹിമാചൽ, അടുത്തത് ശിവാലിക്. ഈ 3 നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന് വിളിക്കുന്നത്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകളാണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 വരെ കിലോമീറ്റർ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ സിവാലിക്കിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു? പഠിക്കുക, ഔട്ടർ ഹിമാലയ എന്നും വിളിക്കുന്നു. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമുള്ള പർവ്വത നിലയെ നമ്മൾ ഹിമാചൽ എന്ന് വിളിക്കുന്നു. ഇതിനെ ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നു. എന്താണ് ലെസ്സർ ഹിമാലയ? ഇനി ഗ്രേറ്റർ ഹിമാലയം, അതുപോലെ തന്നെ ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി. അപ്പൊ ഹിമാദ്രിയുടെ വേറെ പേര് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. എന്തിന്റെ? ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വത നിരയാണ്. അപ്പൊ നമ്മള് ഇവിടെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് അല്ലെ എന്നിവ എന്നീ 3 സമാന്തര പർവ്വത നിരകളുണ്ട്. ഇത് 3 ചേർന്നതാണ് ഹിമാലയം എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ സിവാലിക്കിന് ഔട്ടർ ഹിമാലയം എന്നും ഹിമാചലിന് ലെസ്സർ ഹിമാലയം എന്നും ഹിമാദ്രിക്ക് ഗ്രേറ്റർ അഥവാ ഇന്നർ ഹിമാലയം എന്നും അപരനാമുണ്ട് എന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഇവിടെ ഈ ബോക്സിൽ കാണുന്നതൊന്ന് നോക്കാം. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കം, ക്രസ്റ്റില്, അങ്ങനെ മാൻഡില് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രസ്റ്റ്, മാൻഡില് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും ജോഗ്രഫിയില്. പക്ഷെ അത്രയൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പൊ ഭൂവൽക്കം, മാൻഡിലിന്റെ മുകൾ ഭാഗം ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അതായത് എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ ഇത്രയും ഓർത്തു വെച്ചാൽ മതി. ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് എന്ത്? ശിലാമണ്ഡലം എന്നത്. അത് ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ഭൗമശിലാപാളികളുടെ ചലനമാണ് നമ്മള്
ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വളർന്നുകൊണ്ടിരിക്കുന്ന കാരണം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഇതിനു കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ്. അതായത് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? അതായത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകം എന്ന് വിളിക്കുന്നത് ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ്. ഇവിടെ പറയുന്നത് എന്താണ്? വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ്. ശിലാമണ്ഡലത്തിൽ താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അസ്തനോസ്ഫിയർ? ശിലാമണ്ഡലം ഉണ്ട്. ആ ശിലാമണ്ഡലത്തിന് താഴെ ഭയങ്കര ചൂടാണ്. ആ ചൂട് കാരണം ശിലകൾ ഉരുകുകയാണ്. ശിലകൾ ഉരുകിയിട്ട് എങ്ങനെയാണ്? പൂർണ്ണമായിട്ടും ദ്രാവകാവസ്ഥയിലല്ല. എന്താണ് പറയണത്? ഒരു അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അങ്ങനെ അർദ്ധദ്രാവകാവസ്ഥയിൽ ശിലകൾ നിലകൊള്ളുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്നത് അസ്തനോസ്ഫിയർ എന്നാണ്. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി ഫലക ചലനം മൂലം ഫലക അതിരുകൾ, പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണ് ഉള്ളത്. അതൊന്ന് പഠിച്ചു വെക്കുക. ഫലക അതിരുകൾ എത്രണ്ണം? 3 തരമാണ്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിങ്ങനെ 3 തരം ഫലക അതിരുകളാണ് ഉള്ളത്. സംയോജക സീമകളിൽ ശിലാമണ്ഡലങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. അതുമൂലം രൂപപ്പെടുന്നതാണ് മടക്കുപർവ്വതങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചു, ഫോൾഡിംഗ് മൂലമാണ് മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഏകദേശം 180-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിൽ ആയിരുന്നു അത്രേ. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്തു വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെത്തീസ് എന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ ഹിമാലയ പർവ്വതത്തിന് രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള ഒരു നദിയാണ് അല്ലെങ്കിൽ സമുദ്രമാണ് തെത്തീസ് എന്ന് പറയുന്ന സമുദ്രം എന്നും കൂടെ ഓർത്തു വെക്കണം നിങ്ങള്. അപ്പോ ഇന്ത്യയും ഓസ്ട്രേലിയൻ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിന് അടുത്ത് വന്നപ്പോൾ എന്തുണ്ടായി? 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെത്തീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് എന്തുണ്ടായി? മടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അടുത്തത് നോക്കൂ. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതങ്ങൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ എന്ത് നിർമ്മിക്കുന്നു? ഗിരികന്ധരങ്ങൾ നിർമ്മിക്കുന്നു. പരീക്ഷയുടെ ചോദ്യമാണ്. ജോർജസ് അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അതായത് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇവിടെ നിങ്ങൾ ഈ ജോർജസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കിയ മക്കളെ കണ്ട അതിന്റെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞ് താഴത്തേക്ക് ഭയങ്കരമായിട്ട് ആഴത്തിൽ ചെറിയൊരു തോട് പോലെ കാണും. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് നമ്മൾ ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പൊ എങ്ങനെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നത്? അപരദനത്തിലൂടെയാണ് എന്നും കൂടി ഓർത്തുവെക്കുക. എങ്ങനെയാണ് അപരദനം? ഏതൊക്കെ നദികൾ? സിന്ധു, ഗംഗ, സത്ലജ് എന്നീ നദികളാണ് എന്നും കൂടെ ഓർത്തുവെക്കണം. ഇനി അടുത്തത് നോക്കുക, അടുത്ത ഭാഗം.
എന്താണ് ഇവിടെ പറയുന്നത്? അതായത് നദികൾ, നമ്മുടെ ഹിമാലയ മേഖലയെ വേർതിരിക്കുന്ന നദികൾ, പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് സിന്ധു, കാളി എന്നീ നദികളാണ്. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നു കാളി, ടീസ്റ്റ തുടങ്ങിയ നദികൾ. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നു ടീസ്റ്റ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ. ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളിന്തി നദി താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ കാശ്മീർ ഹിമാലയം എന്ന് വിളിക്കുന്നു. ജമ്മു കാശ്മീരിന്റെ വടക്ക് ഭാഗത്ത് സിന്ധു നദിയുടെ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് ഭാഗത്ത് കാളി നദി അല്ലെങ്കിൽ ഗാഗര നദിയുടെ പോഷക നദിയാണ് കാളി നദി. ആ ഗാഗര നദി എന്ന് ചിലപ്പോൾ കാണാം. ഗാഗര നദി അല്ലെങ്കിൽ കാളി നദിയുടെ താഴ്വര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കുന്നു. കാശ്മീർ ഹിമാലയത്തെ കുറിച്ച് പറയാണ്. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുണ്ട്. ഈ നീളവും വീതിയൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, അതൊന്നും ചോദിക്കില്ല. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ പഠിക്കണം. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം ചോദിച്ചിട്ടുണ്ട്, സസ്കർ ചോദിച്ചിട്ടുണ്ട്, ലഡാക്ക്, പീർ പഞ്ചല്. അപ്പൊ കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ എന്നിവ മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളൊക്കെ നിറഞ്ഞ കാശ്മീർ ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ്. ലോകത്തെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു പ്രധാനമാണ് ചോദിച്ചിട്ടുണ്ട്. ലോകത്തെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു. അതിന്റെ വേറൊരു പേര് ഗോഡ്വിൻ ഓസ്റ്റിൻ. അതിന്റെ ഉയരം 8611 മീറ്റർ. ഇത് കാണപ്പെടുന്നത് കാരക്കോറം നിരയിലാണ്. ഇതും ഓർത്തു വെക്കണം കേട്ടോ മക്കളെ. അടുത്തത് സിയാച്ചിൻ, ബാൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. ഏതൊക്കെ? സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ. സിന്ധു നദിയിലും അതിന്റെ പോഷക നദികളായ രവി, ജലം, ചിനാബ് തുടങ്ങിയ നദികളിലും വർഷം മുഴുവൻ സമൃദ്ധമായി നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളുടെ ചുരങ്ങളാണ്. ചുരങ്ങളുമാണ് നോക്കാം. പർവ്വതങ്ങൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത്. പീർ പഞ്ചൽ പർവ്വത നിരക്ക് കുറുകെ ബനിഹൽ ചുരമാണ്. പീർ പഞ്ചർ പർവ്വത നിരക്ക് കുറുകെയുള്ള ബനിഹൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് ബനിഹൽ ചുരം. പഠിക്കണട്ട മക്കളെ, എന്താണ് ബനിഹൽ ചുരം? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പീർ പഞ്ചൽ പർവ്വത നിരക്ക് കുറുകെ ബനിഹൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹൽ ചുരം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏത്? ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ പേര് സിയാച്ചിൻ ഹിമാനി. സിയാച്ചിനാണ്. സിയാച്ചിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ ചെന്ന യുദ്ധഭൂമി എന്നാണ്. ക്ലിയർ ആയില്ലേ? ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാനപ്പെട്ട തടാകത്തിന്റെ പേരാണ് ദാൽ തടാകം. അപ്പൊ കാശ്മീരിലാണ് അല്ലെ ദാൽ തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം. അപ്പൊ ശ്രീനഗർ പട്ടണം ദാൽ തടാകത്തിന്റെ കരയിലാണ്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ദാൽ തടാകം. ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും തോണിയിലെ വിപണികള് കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. അപ്പോ എന്താണ് ശികാര തോണികൾ കാണപ്പെടുന്നത്, ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ദാൽ തടാകത്തിലാണ്. ദാൽ തടാകത്തിന്റെ ശിക്കാര തോണി കണ്ടു ഫോട്ടോയില് നിങ്ങള്? ഇനി നോക്കൂ, പർവ്വത ചെരിവുകൾ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ്. പർവ്വത ചെരിവുകളിൽ വേനൽക്കാലത്ത് രൂപപ്പെടുന്ന പുൽമേടുകളെ നമ്മൾ മർഗുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം പുൽമേടുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇതിൽ ചേർന്നാണ്. അപ്പൊ മർഗുകള് പിന്നീട് മഞ്ഞു മൂടിയിട്ടാണ്
എന്താ ഉണ്ടാവണത്, ഈ സ്കീയിങ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് വേനൽക്കാലത്ത് എന്തുണ്ടാവും, അവിടെ പുൽമേടുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ മർഗ് എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ സോൺമർഗ്, ഗുൽമർഗ് ഒക്കെ ഉദാഹരണമാണ്. ഇനി ഹിമാചൽ ഹിമാലയം, പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പ്രദേശത്തെ പർവ്വത നിരയാണ് ധൗളാധർ, പീർ പഞ്ചൽ. അപ്പോ എന്താണ്, ഹിമാചൽ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ പർവ്വത നിരകളാണ് ധൗളാധറും പീർ പഞ്ചലും. ഇനി എന്താ പറയുന്നത്, ചന്ദ്രതാല്, സൂരജ് താല് എന്നിവ ഇവയിൽ ചിലതാണ്. ഇനി അതായത് ഇവിടെ കുറച്ച് ഈ ഭാഗത്ത് ചില ശുദ്ധജല തടാകങ്ങൾ ഉണ്ട്. അങ്ങനെ ഈ ഭാഗത്തുള്ള ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്, ചന്ദ്രതാലും സൂരജ് താലും. ഇത് രണ്ടും ശുദ്ധജല തടാകങ്ങളാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു, പഠിച്ചു വെക്കുക, ചോദിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്, ബരാലാച്ചില ചുരം. കുളു താഴ്വരയെ ലാഹുൽ സിപ്തി എന്നീ എന്താ പറയാ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ചുരം റോഹ്താങ് ചുരം. എന്താണ്, റോഹ്താങ് ചുരം. പഠിക്കണം മക്കളെ. കുളു താഴ്വരയെ ലാഹുൽ എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു റോഹ്താങ് ചുരം. ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് PSC കേട്ടോ. ഇനി കണ്ടോ, ചുരത്തിന് ഇവിടെ കൊടുത്തേക്കണത് റോഹ്താങ് ചുരം കാണുന്നുണ്ടോ? അവിടെ കാണില്ല നമുക്ക് ചുരം, കാരണം എന്തുകൊണ്ടാച്ചാ മുഴുവൻ മഞ്ഞാണ് കാണുന്നത് അല്ലെ. ഇനി കുളു, കങ്ക്ര, ലാഹുൽ തുടങ്ങിയ മനോഹരമായിട്ടുള്ള താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളായി നമ്മുടെ ചൂടുനീരുറവുകളും കാണാറുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മളോട് ചോദിക്കാറുണ്ട് കുളു, അതുപോലെ തന്നെ എന്താണ് കങ്കര, അങ്ങനെ കണ്ടിട്ടില്ല. ലാഹുല് കണ്ടിട്ടുണ്ട്, ഷിംല ചോദിച്ചിട്ടുണ്ട്, മണാലി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് കേട്ടോ. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. എങ്ങനെയാ നീരുറവകൾ ഉണ്ടാവണേന്നാ പറയണേ. മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഉയർന്നിറങ്ങി ഭൂഗർഭ ജലത്തിന്റെ ഭാഗമാകുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിലെ ശിലാപാളികൾ ചൂട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭൗമോപരിതലത്തിന്റെ അടിയിൽ ശിലാപാളികൾക്ക് ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് അവിടെ അർദ്ധദ്രാവകാവസ്ഥയിൽ ശിലകൾ കാണപ്പെടുന്നു. അങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ഈ ശിലകൾ ഭൂഗർഭ ജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നു. അതിനെ നമ്മൾ ചൂടുനീരുറവകൾ എന്ന് വിളിക്കുന്നു. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂടുനീരുറവകൾ ഉണ്ട്. ഉദാഹരണത്തിന് ചൂടുനീരുറവയ്ക്ക് ഉദാഹരണം നുബ്ര താഴ്വര, മണികരൺ ചോദിച്ചിട്ടുണ്ട്, ഗീർഗംഗ തുടങ്ങിയവയാണ്. നീരുറവുകളിൽ നിന്നുമുള്ള ഭൗമതാപോർജം ജിയോതെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ മണികരൺ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചൂടുനീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പൊ ചൂടുനീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹിമാചൽ പ്രദേശിലെ മണികരൺ എന്ന് ഓർക്കണം കേട്ടോ. ഉത്തരാഖണ്ഡ് ഹിമാലയം, സത്ലജ് മുതൽ കാളി നദി വരെയുള്ള ഹിമാലയത്തെ നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വിളിക്കുന്നു. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കുഭാഗം കുമവൂൺ ഹിമാലയം എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് ഓർത്തു വയ്ക്കാം. നന്ദാദേവി, കാമെറ്റ്, ബദരീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികൾ ഏതാ മക്കളെ? ഏതൊക്കെയാണ്? നന്ദാദേവി എന്ന് പറയുന്ന കൊടുമുടി, കാമെറ്റ് എന്ന കൊടുമുടി, ബദരീനാഥ് എന്ന് പറയുന്നത് അല്ലെ, അതുപോലെ തന്നെയാണ് കേദാർനാഥ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, അതുപോലെ തന്നെ യമുനോത്രി. ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രിയിൽ നിന്ന്, യമുനയുടെ ഉത്ഭവം യമുനോത്രിയിൽ നിന്ന് തുടങ്ങിയ ഹിമാനികളും നൈനിറ്റാൾ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും എവിടെയുണ്ട്? ഈ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഏത് മേഖലയിലാണെന്ന് പറഞ്ഞ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്നുണ്ട് എന്ന് ഓർക്കുക. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെ നമ്മൾ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. ഡ്യൂൺസ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഡെറാഡൂൺ ഇതിൽ പ്രസിദ്ധമാണ്. ഡൂണുകളിൽ പ്രസിദ്ധമാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ നമ്മൾ ബുഗ്യാൽ എന്ന് വിളിക്കുന്നു. ബുഗ്യാലിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ബുഗ്യാല്
ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ബുഗ്യാലിന് ഉദാഹരണമാണ് ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും. ബുഗ്യാലും ആട്ടിടയന്മാരും ഏകദേശം എന്താ പറയുന്നത് 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗഡ്വാൾ മേഖലയിലെ ബുഗ്യാൽ എന്ന് അറിയപ്പെടുന്നു. ശൈത്യകാലത്തിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു. താഴ്വരകൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകൾ ഇവൾ താൽക്കാലിക പാർപ്പിടങ്ങളായി ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം താമസിക്കുന്നു. മഞ്ഞുകാലം ആരംഭിക്കുന്നതോടെ മലയിറങ്ങുകയും അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലേക്കും പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരെ കാലിക ദേശാടനത്തെ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. കണ്ടോ മക്കളെ, എന്ത് വിളിക്കുന്നു? ട്രാൻസ് ഹ്യൂമൻസ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ബുഗ്യാലോ ഓർക്കണം കേട്ടോ. ഇനി അടുത്തത് മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഏത്? മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് മധ്യ ഹിമാലയമാണ്. ഈ മേഖലയിലെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും കാണപ്പെടുന്നതും ഏത് പ്രദേശത്താണ് എന്ന് മനസ്സിലാക്കാം. മധ്യ ഹിമാലയത്തിലാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. കുതിച്ചൊഴുകുന്ന ടീസ്റ്റ നദി ഫാസ്റ്റസ്റ്റ് റിവർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ടീസ്റ്റ നദി ഏറ്റവും സ്പീഡിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. അതിന്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫാസ്റ്റസ്റ്റ് റിവർ കേട്ടോ. ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്തു തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. അപ്പൊ ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. അസം ഹിമാലയം എന്നും ഇത് അറിയപ്പെടുന്നു. ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നച്ചംബർവ. ഏതാണ്? നച്ചംബർവ ട്ടോ. ഇനി ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി തുടങ്ങിയതാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നു. പ്രധാനപ്പെട്ടതാണ് ചുരം. അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡില. എന്താ മക്കളെ? ബോംഡില. അതിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നു ദിഫു. അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു, അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില തുടങ്ങിയ ചുരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർത്തുവെക്കണം. പൂർവാചൽ കുന്നുകൾ. ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. പട്കായ് ബൂം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. ചോദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ചോദിച്ചിട്ടുണ്ട്. മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഏത് ഭാഗത്താണ്? പൂർവാചൽ പ്രദേശത്താണ് എന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. നദികൾ മുറിച്ചു കടക്കുന്നതിനായി മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ പ്രദേശമാണ് ഇത്. എവിടെയാണ്? മേഘാലയ എന്ന് പറയുന്ന പ്രദേശത്ത് കാണപ്പെടുന്നതാണ് ഇത് കേട്ടോ. ഇനി നമ്മളോട് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേര് കെയ്ബുൾ ലംജാവോ എന്നുള്ളതാണ് ആ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം കാണപ്പെടുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിലാണ് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം കാണപ്പെടുന്നത്. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ
സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെട്ട തുരുത്തുകളാണ് പുംടി. ആ തുരുത്തുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പുംടി എന്ന് വിളിക്കുന്നു. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുംടികൾ ചേർന്നതാണ് കെയിംബുൾ ലംജാവോ എന്ന് പറയുന്ന ദേശീയോദ്യാനം. ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പുംടികളുടെ. കണ്ട, തടാകത്തിലെ പുംടികളെ കാണാം. തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള റംസർ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇടം കൂടിയാണ് ലോക്തക് തടാകം എന്ന് ഓർത്തു വയ്ക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇനി അടുത്ത കാലാവസ്ഥയിലേക്ക് പോവാണ്. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശത്തെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയാണ് കാണപ്പെടുന്നത്. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയാണ്, ശൈത്യ കാലാവസ്ഥയുമാണ്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരിവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണവുമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ, എവിടെ നിന്ന് മൺസൂൺ കാറ്റുകൾ വീശുന്നു? ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിൽ എത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ, അവിടെ എന്താണ്, ഉയർന്ന തോതിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി നദീ വ്യവസ്ഥയെ കുറിച്ച് പറയുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്ന ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നു. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവനും നീരൊഴുക്കുള്ള നദികളാണ്. അത് മഴയുണ്ട്, മഞ്ഞുരുകിയിട്ടും വെള്ളം വരും. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതി മാറി ഒഴുകലും സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഈ നദികൾ പർവ്വത പ്രദേശങ്ങളിൽ വി രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്നു. അപ്പോ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികള് വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു അല്ലെ? അതുപോലെ വെള്ളച്ചാട്ടം എന്താണ്? നദിയുടെ ഒഴുക്കിനിടയില് ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് പതിക്കുന്ന സംഭവത്തെയാണ് നമ്മൾ വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നത്. നദിയുടെ സഞ്ചാരപാതയിൽ ഉറപ്പ് കുറഞ്ഞ ശിലകൾ കൂടുതലായി അപരദന വിധേയമാകുന്നതാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടാനുള്ള കാരണം. ഇനി വീരൂപ താഴ്വര. നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളാൽ ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീ താഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി അക്ഷരത്തിനോട് സാദൃശ്യം കാണപ്പെടുന്നതിനാലാണ് ഇവയെ വീരൂപ താഴ്വര എന്ന പേരിൽ വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കൂ മക്കളെ. അടുത്ത നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്താണ്? നദികൾ, ഹിമാലയൻ നദികളെ കുറിച്ചാണ് അടുത്ത് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഹിമാലയൻ നദികളാണ്. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്കു വ്യൂഹം. അപ്പോ സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. മാനസ സരോവർ തടാകത്തിനടുത്താണ്. എവിടെ നിന്നാണ്? ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഗംഗാ നദി. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ പോഷക നദിയാണ് യമുന, ഘാഗ്ര, ഖണ്ഡക, കോസി തുടങ്ങിയവ. ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഹിമാലയത്തിലെ പ്രധാന നദികളാണ്. മാനസ സരോവർ തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ദിബാങ്, ലോഹിത്, അതുപോലെ തന്നെ മാനസ് തുടങ്ങിയവ. ഇത് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹങ്ങളാണ് എന്ന് ഓർത്തു വയ്ക്കുക. മണ്ണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത സ്ഥിതി അനുസരിച്ച് മണ്ണിന്റെ ഘടനയിലും വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കുറഞ്ഞതുമായ മണ്ണാണ് കാണപ്പെടുന്നത്.
ഉയർന്ന ചെരിവുകളിൽ വലിയ തരികളോടുകൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണപ്പെടുക. താഴ്വരകളിൽ എക്കൽ മണ്ണിന്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളെയാണ് നമ്മൾ കരേവാസ് എന്ന് പറയുന്നത്. കരേവാസ് നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. അപ്പൊ സഫ്രോൺ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? കരേവാസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങൾ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്ക് കിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ഇവിടെ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളും അനുസൃതമായ മാറ്റം കാണപ്പെടാവുന്നതാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിത വനങ്ങൾ മുതൽ ശൈത്യമേഖല സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ചയും ഇവിടെ കാണപ്പെടാം. ഇനി താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരിവുകളിലും അർദ്ധനിത്യ ഹരിതവനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നുണ്ട്. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വത ചെരിവുകളിൽ കൂടുതലായി കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? പൈന്, ദേവദാരു ട്ടോ. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അവിടെ അത് പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്നു. പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, അതുപോലെ തന്നെ റോഡോഡെൻഡ്രോൺ തുടങ്ങിയവയാണ് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വന്യജീവി സമ്പത്തിനെ കുറിച്ച് നോക്കണം. സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പർവ്വതം പ്രദേശം വന്യജീവി സമ്പന്നമാണ്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം, ഹിമപ്പുലി ഇവിടെ അങ്ങനെയുള്ളവ ധാരാളം ഇവിടെ കാണും. ജൈവമണ്ഡല റിസർവുകൾ, അതായത് ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ അഥവാ ദേശീയോദ്യാനങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അഥവാ വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയവയെല്ലാം വന്യജീവി സമ്പത്തിന്റെ സംരക്ഷണമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചില ദേശീയോദ്യാനങ്ങൾ പഠിക്കണം. ഇതെങ്ങനെയായാലും പഠിച്ചു വെക്കണം. ഡച്ചിങ്ഹാം, ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ഹാം, അതുപോലെ തന്നെ ഹെമീസ് ലഡാക്കിലെ, അതുപോലെ തന്നെ പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡില്, കോർബറ്റ്, ജിം കോർബറ്റ് ഉത്തരാഖണ്ഡില്, രാജാജി എവിടെയാണ്? ഉത്തരാഖണ്ഡില്, കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമില്, ദിബ്രു സെക്കോവ എവിടെയാണ്? ആസാമില്, കാസിരംഗ എവിടെയാണ്? ആസാമില്, മാനസ് എവിടെയാണ്? ആസാമില്, കെയ്ബുൾ ലഞ്ചാവോ എവിടെയാണ്? മണിപ്പൂരില്. ഇതൊക്കെ പ്രധാനപ്പെട്ട എന്താണ് 10 ദേശീയോദ്യാനങ്ങൾ. ഒന്ന് പടിഞ്ഞാറൻ ഭാഗത്തുള്ളതും അടുത്തത് കിഴക്കൻ ഭാഗത്തുള്ളതും. അടുത്തത് കൃഷിയാണ്. ഭൂപരമായ പരിമിതികൾ കാരണം പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചെരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവ പ്രതികൂല ഘടകങ്ങളാണ്. എന്നിരുന്നാലും ഈ പ്രദേശത്തെ ജനങ്ങൾ വിവിധ ഉപജീവന കൃഷികൾ ഏർപ്പെടുന്നു. പർവ്വത ചെരിവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. ഇപ്പൊ നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്ത് കൃഷി ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്ത് കൃഷി ചെയ്യുന്നവയാണ്. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വത ചെരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് അസം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിയാണ് കൂടുതൽ കാണപ്പെടുന്നത്. അസമിലും ഡാർജിലിംഗ് മേഖലയിലൊക്കെ ടീ ആണ് കേട്ടോ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എവിടെയാണ്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിത മാർഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിന്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിൽ മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളിലും മാറ്റം വരും. താഴ്വാരങ്ങളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളും ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ ചെമ്മരിയാട്, കുതിരകൾ തുടങ്ങിയവയും ശൈത്യ മേഖലയായ ഹിമാചൽ, ലഡാക്ക് തുടങ്ങിയവയിൽ ഏതാണ്? യാക്കു പോലുള്ള മൃഗങ്ങളുമാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണ് വളർത്തുന്നത്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ജനവിഭാഗത്തെ നമ്മൾ ഗുജ്ജർ എന്ന് വിളിക്കുന്നു. എന്താ പേര്? ഗുജ്ജർ എന്നാണ് വിളിക്കുന്നത് എന്ന് ഓർക്കാം. ടൂറിസം, ഭൂപ്രകൃതി സവിശേഷതകൾ അനുകൂലമായതിനാൽ ഹിമാലയ പ്രദേശങ്ങൾ വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനിപ്പോ കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട്, അതുപോലെ തന്നെ തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ ഭാഗങ്ങളിലുണ്ട്. ഏതൊക്കെയാ? കൈലാസം, മാനസ സരോവരം,
അമർനാഥ്, ഹേമകുണ്ട് സാഹിബ്. നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇവിടങ്ങളിൽ സഞ്ചാരികൾ ഉണ്ടായിരുന്നിട്ടുമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിലെ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസോറി, നൈനിറ്റാള് തുടങ്ങിയ പ്രധാനപ്പെട്ട റിസോർട്ട് പട്ടണങ്ങൾ രൂപപ്പെട്ടു. മനസ്സിലായില്ലേ? 1953 മെയ് 29-ന് ഷെപ്പാർ, ടെൻസിംഗ് നോർഗെ, എഡ്മണ്ട് ഹിലാരി രണ്ടുപേരും ചേർന്ന് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആര്? വർഷം എന്നാണ്? പഠിക്കണം. 53 മെയ് 29 ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും ചേർന്ന്. അങ്ങനെ ടൂറിസത്തിന്റെ വികസന സാധ്യത വളരെയധികം കൂടി. ഇനി അതുകൊണ്ട് തന്നെ പിന്നെ പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും വികസിച്ചു എന്ന് മനസ്സിലാക്കാം. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളെല്ലാം മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ടെൻസിംഗ് നോർഗെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 9th ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ്. അതിൻ്റെതായിട്ടുള്ള ഗൗരവം കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഇതിൽ എല്ലാ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ.